ആൽക്കഹോൾസിൻ്റെയും ഫീനോൾസിൻ്റെയും കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി പഠിക്കാം. ആൽക്കഹോളുകളും ഫീനോളുകളും വേഴ്സറ്റൈൽ കോമ്പൗണ്ടുകളാണ്. എന്ത് വേഴ്സറ്റൈലിറ്റിയാണ് ഇവ കാണിക്കുന്നത്? ഇവയ്ക്ക് ഇലക്ട്രോഫൈലുകളായിട്ടും അതുപോലെ തന്നെ ന്യൂക്ലിയോഫൈലുകളായിട്ടും ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോൾസിനെയും ഫീനോൾസിനെയും വേഴ്സറ്റൈൽ കോമ്പൗണ്ടുകളായിട്ട് കണക്കാക്കുന്നത്. എങ്ങനെയാണ് ഇവ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്ന് നോക്കാം. ആൽക്കഹോളുകൾ അല്ലെങ്കിൽ ഫീനോളുകൾ ന്യൂക്ലിയോഫൈലുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ആൽക്കഹോളുകളും ഫീനോളുകളും ന്യൂക്ലിയോഫൈലുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവയിലെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അങ്ങനെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ആൽക്കഹോളുകളും ഫീനോളുകളും ഒരു ഇലക്ട്രോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ ഇവയിലെ കാർബൺ ഓക്സിജൻ ബോണ്ടാണ് ബ്രേക്കിംഗ് സംഭവിക്കുകയും പ്രൊഡക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നത്. നമുക്ക് ഈ റിയാക്ഷനുകളെ പറ്റിയിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത്, ദ ബോണ്ട് ബിറ്റ്വീൻ OH ഈസ് ബ്രോക്കൺ വെൻ ആൽക്കഹോൾ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. ആൽക്കഹോളുകൾ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. ഇവിടെ നമ്മളൊരു ആൽക്കഹോളിനെ കൺസിഡർ ചെയ്തിരിക്കുന്നു, ROH എന്ന ആൽക്കഹോൾ അല്ലേ. ഇവിടെ ആൽക്കഹോള് ഒരു ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഓക്സിജൻ ആറ്റം ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതിനാൽ ഈ ന്യൂക്ലിയോഫൈലായിട്ടുള്ള ഓക്സിജൻ, ROHലെ ഓക്സിജൻ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ എന്താണ് സംഭവിക്കുക? ROHലെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഓക്സിജൻ കാർബണുമായിട്ട് പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ റിയാക്ഷനിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആൽക്കഹോൾ ഒരു ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത കേസിൽ നോക്കൂ, ഇവിടെ ആൽക്കഹോള് ഒരു ഇലക്ട്രോഫൈലായിട്ടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ ബ്രേക്കേജ് ഓഫ് CO ബോണ്ട് ടേക്സ് പ്ലേസ്. ദ ബോണ്ട് ബിറ്റ്വീൻ CO ഈസ് ബ്രോക്കൺ ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ഇലക്ട്രോഫൈൽ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആൽക്കഹോൾ RCH2OH എന്ന ഒരു ആൽക്കഹോളാണ്. ഈ ആൽക്കഹോളിലേക്ക് H+ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ആൽക്കഹോളിന് പ്രോട്ടോണേഷൻ സംഭവിക്കുകയും അതിനുശേഷം നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള ഈ പ്രൊഡക്റ്റ് ഒരു Br- പോലെയുള്ള നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഈ Br- നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് ഈ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ OH2 എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് Br- CH2മായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്ത് പുതിയൊരു കോമ്പൗണ്ട് നമുക്ക് പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രണ്ട് റിയാക്ഷനുകളിലും പ്രത്യേകതകളുണ്ട് അല്ലേ. ആദ്യത്തെ കേസിൽ ഇതൊരു ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താ കണ്ടത്? ആൽക്കഹോളുകൾ ഒരു ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുകയും അവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ആൽക്കഹോളിൻ്റെയും ഫീനോളിൻ്റെയും കെമിക്കൽ റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവയിലുണ്ടാകുന്ന ബോണ്ട് ബ്രേക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ കെമിക്കൽ റിയാക്ഷനുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയുടെ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി കൂടുതൽ പഠിക്കാം.